നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നേപ്പാളിൽ അടുത്ത സ്ഥലത്തേക്ക് പോകാട്ടോ. നമ്മുടെ നേപ്പാളിൽ ഏറ്റവും കാണാൻ മനോഹരമായിട്ടുള്ളതും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് മുസ്താങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പോക്കറിൽ നിന്ന് നേരെ മുസ്താങ്ങിലേക്കാണ് പോകുന്നത്. മുസ്താങ് എന്ന് പറയുന്നത് നമ്മുടെ ലേ ലഡാക്കും സ്പിറ്റി വാലിയൊക്കെ പോലെ വളരെ വിജനമായി കിടക്കുന്ന ഒരു പ്രദേശം കേട്ടോ. അവിടെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ട്. അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മുക്തിനാഥ് ടെമ്പിൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, ലേക്ക് ഉണ്ട്. പിന്നെ പോകുന്ന വഴിയാണ് ഏറ്റവും മെയിൻ. പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ വളരെ സുന്ദരമാണ് കേട്ടോ. ഈ കാണുന്ന പോലെ ഗ്രാമഭംഗിയല്ല. അങ്ങോട്ട് എത്തുന്തോറും നമുക്ക് എത്തിച്ചേരാൻ റിസ്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലാണ്. അത്യാവശ്യം ലാൻഡ് സ്ലൈഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, റിവർ ക്രോസിങ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ താണ്ടിയിട്ട് വേണം നമ്മൾ അവിടെ എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. പോകുന്ന വഴിയിലൊക്കെ നമുക്ക് ഇതുപോലെയുള്ള മനോഹരമായ വില്ലേജസിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റും. എവിടെ നോക്കിയാലും ഭയങ്കര സൗന്ദര്യം കേട്ടോ. നമ്മളെ എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ ഒരു മഴക്കാലമൊക്കെ പോലെയാണ്. പിന്നെ നാട്ടിലായിട്ടുള്ളൊരു മാറ്റം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകളായിരിക്കും. നമ്മുടെ നാട്ടിലെ പോലെ വലിയ പത്രാസ് കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. എല്ലാവരും സാധാരണക്കാരാണ്. അവർ കൃഷിയൊക്കെ ചെയ്ത് ഇങ്ങനെ സമാധാനപരമായി ജീവിച്ചു വന്നൊരു സ്ഥലം കേട്ടോ. അങ്ങോട്ടുള്ള യാത്രയിൽ പെട്രോൾ പമ്പൊക്കെ കുറവായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഡീസലൊക്കെ അടിച്ചിട്ട് പോകാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ്. അല്ലെങ്കിൽ പിന്നെ പോയിട്ട് പടണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേപ്പാളി റുപ്പീസ് എടുത്ത് വീശി. നമുക്ക് ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു പാസ് കാര്യങ്ങളൊക്കെ ആവശ്യമാണ് കേട്ടോ. നമുക്ക് പെർ ഹെഡ് 1000 നേപ്പാളി റുപ്പീസാണ് നമുക്ക് ഫീസായിട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഏജൻറ്റ് ത്രൂ ഒക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1200 നേപ്പാളി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെർമിറ്റ് കിട്ടും കേട്ടോ. 1 ടൈം എക്സിറ്റ് ആൻഡ് എൻട്രി ആ ഒരു രീതിയിലാണ് കിട്ടുക. ഒരു പ്രാവശ്യം കയറിയിട്ട് നമുക്ക് എത്ര ദിവസം വേണം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ വൺസ് നമ്മൾ എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വാലിഡ് അല്ല കേട്ടോ. പോകുന്ന വഴിയിൽ ഇതുപോലെ ഒരുപാട് നദികൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പോകുന്ന വഴിയിൽ കണ്ട ഒരു അത്ഭുതം കേട്ടോ. ഒരു തൂക്കുപാലാണ്. നിങ്ങളിത് കാണുന്നുണ്ട്. ഇത് തൂക്കുപാലാട്ടോ. ഇത് എത്ര ഹൈറ്റിൽ ഇത് ഉണ്ടാക്കി വെച്ചില്ല അറിയോ. ഇതിനകത്ത് ആൾക്കാരുണ്ട് കേട്ടോ. ഈ ഗ്രാമത്തിൽ നിന്ന് ഇപ്പുറത്തെ ഗ്രാമത്തിലേക്ക് നടന്നു പോകുന്നതാണ് ആൾക്കാർ. അത്ര ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അത്ര ഹൈറ്റാണിത്. നമ്മൾ താഴെ നോക്കിയതോ എന്തോ ഒരു പൈപ്പ് വന്ന പോലെ തോന്നും. അത്ര ഹൈറ്റിലാണ് സാധനമുള്ളത് കേട്ടോ. ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നു, നമ്മൾ നാട്ടിൽ ഇടുന്ന അപ്പുറത്തേക്കുള്ള തൂക്കുപാലം വരെ മര്യാദക്ക് നിൽക്കുന്ന തോന്നില്ല. ഇത്രയും ഇവരെങ്ങനെ ഇത് ഉണ്ടാക്കി വെച്ചത്. നിൻ്റെ മേൾക്ക് ആൾക്കാരുണ്ട് കേട്ടോ. അതെങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല. നമുക്ക് അങ്ങോട്ട് പോകാൻ ഓപ്ഷൻ ഉണ്ടോയെന്നും അറിയില്ല. അടിപൊളി കേട്ടോ. അയ്യോ, നമ്മൾ ആ ബ്രിഡ്ജ് കയറാൻ വേണ്ടി പോവാട്ടോ. ഇനി ഈ മല ഫുള്ള് കയറിയിട്ട് അതിന് മുകളിലെത്തണം. എങ്ങനെയെങ്കിലും ഞാൻ കയറിയിട്ട് അതൊന്ന് അതിന് മുകളിലൊന്ന് നടക്കണം. കയറാൻ ഒരു ചെറിയ വഴി കിട്ടിയേട്ടാ. വണ്ടി താഴെ വെച്ച് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയെന്ന്. അയ്യോ, കയറി അതിൻ്റെ ടോപ്പിലെത്തണം. കയറല. അങ്ങനെ നമ്മൾ പകുതി എത്തി കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് എത്തണം. നല്ല ടാസ്ക്കാണ്, പക്ഷേ അടിപൊളിയായിരിക്കും കേട്ടോ. അയ്യോ, അങ്ങനെ ഒടുവില്ലതാ നമ്മൾ മുകളിലെത്തി കേട്ടോ. പാലത്തിൻ്റെ മുകളിലെത്തി. എൻ്റെ പൊന്നു, എന്താണിത്, ചൈന വലിയുണ്ട്. പൊളി. നമ്മൾ മുകളിൽ കയറിക്കഴിഞ്ഞാൽ ചെറിയൊരു ഗ്രാമത്തിലെത്തിയത്. ഇതാണൊരു ഗ്രാമം കേട്ടോ. ആ മലേൻ്റെ മുകളിലുള്ളൊരു ഗ്രാമമാണ്. എൻ്റെ പൊന്നു, പൊളി കേട്ടോ. ഒന്നും പറയാനില്ല. നല്ല ഹൈറ്റാണ്. ഇതെങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്തത് എനിക്കറിയില്ല. ഇത്ര വെയിറ്റ് താഴെ വീണ് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി അടിപൊളി ഉണ്ട്. അടിപൊളി ബ്രിഡ്ജാട്ടോ, ഒന്നും പറയാനില്ല.
ഇത്രയും വലിയ തൂക്കുപാലം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഇത്ര ഹൈറ്റ് ഇല്ല കേട്ടോ. പോളി എന്ന് പറഞ്ഞാൽ പോളി. ഇതിൻ്റെ ഹൈറ്റ് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന എനിക്ക് അറിയില്ല. നമ്മളെ വണ്ടിയുള്ളത് അങ്ങ് മൂലൊക്കെ കാണാം. അവിടെ നിർത്തിയിട്ടാണ് നമ്മൾ ഈ മല കയറിയത്. ഇത്രേ മല കയറിയിട്ടാട്ടോ ഇവിടെ എത്തിയത്. വളരെ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ പോകുന്ന വഴിയിൽ കണ്ടതാട്ടോ. എനിക്കിതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടായില്ല. ഞാൻ പോകുന്ന വഴിയിൽ കണ്ടപ്പോൾ എനിക്ക് എന്തായാലും അതിൻ്റെ മുകളിൽ നിന്ന് കയറണം തോന്നി. അങ്ങനെ നമ്മൾ ഇറങ്ങിയതാട്ടോ. അടിപൊളി, ഒന്നും പറയാനില്ല. ഈ താഴെ കാണുന്ന ടക്കാളി ഗന്ദകി റിവർ എന്ന് പറഞ്ഞ റിവർ വീണിട്ടുണ്ടെങ്കിൽ റിവറിലൊന്നും എത്തൂല. അതിന് മുമ്പ് നമ്മൾ ചാവും. അത്രയും ഹൈറ്റിലാണ് നമ്മൾ ഉള്ളത്. ഇത് കണ്ട, ഇത്ര ഹൈറ്റിലുള്ള കേട്ടോ റോഡ്. ഇത് മെയിൻ റോഡാണ്. റോഡ് തന്നെ അത്ര ചെറുതാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവുമായിരിക്കും. താഴെ നല്ല വില്ലേജസ് ഉണ്ട്. നമ്മളെ വണ്ടിയെല്ലാം മൂലൊക്കെ ഉണ്ട്. ഒരു വണ്ടി ലോറിയാണ് ആ പോകുന്നത് കേട്ടോ. ഓട്ടോറിക്ഷ പോലെ തോന്നുമെങ്കിലും അടിപൊളി വാലി, ഒന്നും പറയാനില്ല. നമ്മളെ ചൈനയെല്ലാം കണ്ടിരുന്ന മറ്റേ ഗ്ലാസ് പിടിച്ചെല്ലാം പോലെ കേട്ടോ. ഒരു രക്ഷയില്ല. എന്തായാലും വന്നിട്ട് മസ്താങ് പോകുന്ന വഴിയാണ്. എന്തായാലും മസ്താങ്ങൊക്കെ പോകണമെങ്കിൽ ഈ വഴിയൊക്കെ വന്നൊന്ന് നോക്കിക്കോട്ടെ. അടിപൊളി. കുറച്ച് നടന്ന് കയറാനുണ്ട്. ഒരു മല നടന്ന് കയറണം, അത്രയേ ഉള്ളൂ. പക്ഷേ നല്ല രസം. വണ്ടി വരുന്ന വഴിയുണ്ട്, ഒരു ഗ്രാമമുണ്ട് ഇവിടെ. പക്ഷേ വഴി ഏതാണെന്ന് അറിയില്ല. നമ്മൾ നടന്നിട്ടാണ് വന്നത്. അടിപൊളി. മുസ്താങ്ങിലേക്കുള്ള യാത്ര കേട്ടോ. മുസ്താങ്ങിലേക്കുള്ള റോഡെല്ലാം ഇങ്ങനെയാണ്. റോഡ് എന്ന് പറഞ്ഞ സാധനം വളരെ എന്താ പറയുക, ടാറിങ് ഒന്നുമില്ല. എല്ലാം ഇങ്ങനെ കുത്തിപ്പിടിച്ച് പോകണം. ഇവിടെ ഒന്നും വെള്ളത്തിന് ക്ഷാമമില്ല കേട്ടോ. ഇഷ്ടം പോലെ മലയിൽ നിന്ന് വെള്ളം വരുന്ന വരവ്, എല്ലായിടത്തും വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് ഡെയിലി കുളിക്കാൻ പറ്റും കേട്ടോ. എന്നാണ് എൻ്റെ പ്രതീക്ഷ. കുഴപ്പമില്ല. പോകുന്ന വഴികളിൽ ഇതേപോലെ പണി നടക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് കുത്തി പൊളിച്ച് വിട്ടിട്ടുള്ളത് കേട്ടോ. വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയും കണ്ടോണ്ട് എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട്. ആ ഒരു തുടക്കത്തിലുള്ള റോഡൊക്കെ ഉള്ളൂ കേട്ടോ നല്ലത്. പിന്നെ അങ്ങോട്ടുള്ള റോഡൊക്കെ ഇതുപോലെയാണ്. ടാറിങ് കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഓൺ ദ വേ നമുക്ക് ചെറിയൊരു ഹോട്ട് സ്പ്രിങ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കയറി കുളിച്ചിട്ടൊക്കെ പോകാൻ പറ്റും. ഞാൻ പിന്നെ ആ പരിപാടിക്കൊന്നും നിന്നില്ല കേട്ടോ. എനിക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല. നമ്മളെ ലഡാക്ക് മെമ്മറീസ് ആണ് കേട്ടോ ഇതിലെല്ലാം പോകുമ്പോൾ വരുന്നത്. ലഡാക്ക്, സ്പിറ്റി, ആ സൈഡിലെല്ലാം റോഡുകളാണ് ഓർമ്മ വരുന്നത്. അതേ ഒരു എന്താ പറയുക, നേച്ചറാണ് കാണാനുള്ളത്. ഇത് പോകുന്ന വഴിയിൽ കണ്ടൊരു വെള്ളച്ചാട്ടം കേട്ടോ. ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. ആൾക്കാർ അവിടെ നിന്ന് കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കുളം സെറ്റപ്പിൽ അവർ ചുറ്റും കെട്ടിയിട്ടൊക്കെ ഉണ്ട്, മതിലുണ്ട്. അപ്പോൾ അതിനകത്ത് വെള്ളം കുറച്ച് സ്റ്റോറേജ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സ്വിമ്മിംഗ് പൂൾ സെറ്റപ്പ്. പിന്നെ മുകളിൽ നിന്നുള്ള വെള്ളം വരുന്ന അത്യാവശ്യം ശക്തിയിൽ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി വെള്ളച്ചാട്ടമായിരിക്കും. ഇപ്പോൾ കുറച്ച് വെള്ളം കുറവാണ്, എങ്കിലും അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. പോകുന്ന വഴിയിൽ കിട്ടിയ ചെറിയൊരു വാട്ടർഫാൾ ആട്ടോ. ജസ്റ്റ് ഒന്ന് കയറിയെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് വെച്ച് വിടാം. 7 മണിയാവും എത്തുമ്പോൾ എന്നാണ് പറയുന്നത്. 4:18 എന്തായാലും പോവാം.
പുഴയിലെ കൂടെയൊക്കെ വരുന്ന വെള്ളം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ശക്തിയിലാണ് കേട്ടോ. നമ്മൾ വേനൽക്കാലാണെന്നൊക്കെ വിചാരിക്കുമെങ്കിലും ഇത് മേളിൽ നിന്ന് ഐസൊക്കെ ഒരുക്കി വരുന്ന വെള്ളമായിരിക്കണം. നല്ല ശക്തിയിലാണ് വരുന്നത്. നമ്മുടെ വണ്ടി ഇത് അവിടെ ഉണ്ട് കേട്ടോ, കുറച്ച് റെസ്റ്റ് കൊടുത്താണ്. നമുക്കിനി ഒരു 70 കിലോമീറ്റർ പോകാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു റുപ്സി വാട്ടർഫാൾ എന്നിട്ട് ഒരു വാട്ടർഫാൾ കണ്ടു. ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. ജോംസൺ 39 കിലോമീറ്റർ, ഖാസ 6 കിലോമീറ്റർ. ഇത് നമ്മളൊരു ലഡാക്കെല്ലാം പോകുന്ന ഒരു ഫീലാണ്. പിന്നെ സ്ഥലങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഫുള്ള് ലാൻഡ് സ്ലൈഡൊക്കെ ആയ വഴികളും കാര്യങ്ങളും പിന്നെ നമ്മൾ ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ലഡാക്കിലൊക്കെ ഉള്ള പോലെ BRO നിർമ്മിക്കുന്ന റോഡ് പോലത്തെ റോഡുകളൊക്കെയാണ്. ഇനി അങ്ങോട്ട് പോകാനുള്ള അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ മലയുടെ മുകളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. എന്തായാലും പോയി നോക്കാം. കാവരേ വില്ലേജ് വില്ലേജ് കേട്ടോ. ഏതോ ഒരു വില്ലേജ് എത്തിയിട്ടുണ്ട്. ഇനി ആരെങ്കിലും എപ്പെങ്കിലും കാലത്തിലും കൂടെ എല്ലാം വരുന്നുണ്ടെങ്കിൽ നോർത്തോ ഞാൻ എവിടെയോ പോകുന്നുണ്ട്. ഈ വഴികളെല്ലാം കണ്ട സമയത്ത് എനിക്ക് ഉത്തരാഖണ്ഡും ലഡാക്കും ഒക്കെയാണ് ഓർമ്മ വന്നത് കേട്ടോ. അവിടെയൊക്കെ പോകുന്ന ഒരു നമ്മുടെ സാൻസ്കർ വാലിയൊക്കെ പോകുന്ന ആ ഒരു റൂട്ടാണ്. ആ ഒരു സെയിം ഫീലാണ് നമുക്ക് കിട്ടുക. താഴെകളിൽ വലിയ കൊക്കയും അതുപോലെ ചെറിയൊരു പിന്നെ സമുദ്രപ്രദേശവും കാര്യങ്ങളൊക്കെ ആയിട്ട് സമുദ്രം നല്ല പുഴ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം ലാൻഡ് സ്ലൈഡിങ് പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ ആ റോഡുകളൊക്കെ വളരെ നാരോ ആണ്. ഇത് കുറച്ച് വലിയ റോഡാണ് കേട്ടോ. പുഴയിലൊന്നും വലിയ കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല കേട്ടോ. നമുക്ക് കാണുമ്പോൾ ഒരുമാതിരി ലാൻഡ് സ്ലൈഡിങ് ഒക്കെ നടന്നൊരു സ്ഥലമൊക്കെ പോലെയാണ് തോന്നുക. ഒരുപാട് ഏരിയ വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, നമുക്ക് പിന്നെ അങ്ങനെ വേറൊന്നും കാണാനും പറ്റില്ല. അങ്ങനെ നമ്മൾ അന്നപൂർണ കൺസർവേഷൻ സെൻറ്ററിലെത്തി കേട്ടോ. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടുന്ന് ഇനി നമുക്ക് മുകളിലേക്ക് പോകണമെങ്കിൽ പെർമിറ്റ് ആവശ്യമുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് പെർമിറ്റ് ഉണ്ടാക്കണം. ഒരാൾക്ക് 1000 റുപ്പീസ് കേട്ടോ. വേറെ ഒന്നുമില്ല, കുഴപ്പമില്ല. പോകുന്ന വഴിയിൽ കണ്ടേ കേട്ടോ, ഒരു മല അങ്ങനെ തന്നെ ഇടിഞ്ഞു പോയിട്ട് എത്ര ഏരിയ നോക്കി, ഒരുപാട് ഏരിയ അങ്ങനെ തന്നെ പോയിട്ടുണ്ട്. അങ്ങനെ അന്നപൂർണയിലേക്കുള്ള പാസ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി നമ്മളിങ്ങനെ കയറി കേട്ടോ. ഒരാൾക്ക് 1200 റുപ്യ പെർ ഹെഡ്. വണ്ടിക്ക് വേറെ സ്പെഷ്യലൊന്നുമില്ല. വണ്ടിക്ക് ആകെ നമ്മളെ ബാൻസാറിൻ്റെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും നോക്കാം. ബാക്കി 1200 റുപ്യ പെർ ഹെഡ് വെച്ച് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്നപൂർണ സ്ഥലത്തേക്ക് കയറാം കേട്ടോ. ചെറിയൊരു മഴയെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പം അന്നപൂർണ ട്രക്കിംഗ് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം കേട്ടോ. ഇതാണ് മുസ്താങ്, ലോ മുസ്താങ് എന്ന് പറഞ്ഞ സ്ഥലം. നമ്മളിപ്പോൾ മുസ്താങ്ങിലാണ് ഉള്ളത്. സ്ഥലങ്ങളൊക്കെ കൊള്ളാം, ഒരു ലഡാക്ക് ഫീലാണ് കേട്ടോ. അല്ലാണ്ട് മുസ്താങ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല. എല്ലാവരും പറയുന്ന പോലെ മുസ്താങ് അങ്ങനെ എന്താ പറയുക ഭയങ്കര സംഭവമായിട്ട് മൂടപ്പെട്ട് വെച്ച ഒരു സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. ലഡാക്കെല്ലാം പോലെ ഒരു സ്ഥലം, അത്രേ ഉള്ളൂ. വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല കേട്ടോ. ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പോൾ 18,000 20,000 റുപ്യ വേണമെന്നെല്ലാം പറയുന്നുണ്ട്. ഒരു പൈസയും വേണ്ട. നേപ്പാളിൽ 2200 റുപ്യ 2400 റുപ്യ ഉണ്ടെങ്കിൽ സുഖമായിട്ട് പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ ഒരു ഹാഫ് വേ എത്തി കേട്ടോ. ഇവിടുന്ന് നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റേ അടിക്കാനാണ് പരിപാടി. അപ്പോൾ ഇവിടുന്ന് ബാക്കി നാളെ രാവിലെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ബാക്കി കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.